ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് ട്രംപിന്റെ പൂട്ട്. അമേരിക്കയിലേക്കുള്ള ജനറിക് മരുന്നുകളുടെ ഇറക്കുമതി തീരുവ 200% 4 വർഷത്തിനുള്ളിൽ കമ്പനികൾക്ക് അമേരിക്കയിൽ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കാമെന്നും US പ്രസിഡന്റിന്റെ നിലപാട്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നത്. ഈ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ തീരുമാനം തിരിച്ചടിയായിരിക്കുന്നത്. ഓഗസ്റ്റ് മുതൽ 2 വർഷത്തേക്ക് എന്തായാലും ജനറിക് മെഡിസിനുകൾ ഇറക്കുമതി ചെയ്യുന്നതിൽ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തില്ല. പക്ഷേ ഓഗസ്റ്റിന് ശേഷമുള്ള 1 വർഷം അത് 100% താരിഫായിരിക്കും ഏർപ്പെടുത്തുക. ആ 1 വർഷം പൂർത്തിയായ ശേഷം പിന്നീട് അങ്ങോട്ട് 200% താരിഫ് ചുമത്താനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 3 വർഷം എന്ന് പറയുന്നത് കമ്പനികൾക്ക് ജനറിക് മെഡിസിനുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കാനുള്ള സമയപരിധിയാണ്. അത് ആരംഭിക്കാത്ത കമ്പനികൾക്ക്, അതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് ഈ 3 വർഷത്തിന് ശേഷം കമ്പനികൾ ആരംഭിക്കുന്നവർക്ക് അതിൻ്റെതായ പിഴയും ഈടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് എക്സിലെ പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ജനറിക് മരുന്നുകൾ അമേരിക്കയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയുടെ ആരോഗ്യ മേഖലയെ തകർക്കുമെന്നാണ് അമേരിക്കൻ ഭരണകൂടം കണക്ക് കൂട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴെന്തായാലും ഈ ജനറിക് മരുന്നുകൾക്ക് ഈ നിയന്ത്രണം വരുത്തുന്നതിന്, അതിൻ്റെ ഇറക്കുമതിക്ക് നിയന്ത്രണം വരുത്തുന്നതിന് അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.